കൃഷ്ണ ഗുരുവായൂരപ്പ. നമ്മളിന്ന് നീരാഞ്ജനം വഴിപാട് അതിനെ പറ്റിയിട്ടാണ്. പലരും കേട്ടിരിക്കാം. ശരിക്കും എന്താണ് നീരാഞ്ജനം എന്നുള്ളതിനെ പറ്റിയിട്ടും അതെങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം പ്രത്യേകിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് നീരാഞ്ജനം. പ്രധാനമായിട്ടും ശനിദോഷ നിവാരണത്തിനാണ് അയ്യപ്പ ക്ഷേത്രങ്ങളിലും മറ്റും ഇത് സമർപ്പിക്കുന്നത്. തേങ്ങ മുറിച്ച് അതിൽ വെള്ളം കളഞ്ഞ ശേഷം 2 മുറികളിലും എള്ളും ശർക്കരയും കലർത്തിയ കിഴി വെച്ച് അതിൽ നല്ലെണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കുന്ന ചടങ്ങാണ് നീരാഞ്ജനം. ശരിക്കും എന്തിനാണ് ഈ നീരാഞ്ജനം വഴിപാട് നടത്തുന്നത് എന്ന് വെച്ചാൽ ശനിദോഷ നിവാരണമാണ്. ശനിദശ, കണ്ടകശനി, 7.5 ശനി തുടങ്ങിയ ശനിദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കാനാണ് പ്രധാനമായും ഈ വഴിപാട് നടത്തുന്നത്. അയ്യപ്പ പ്രീതി. അയ്യപ്പൻ ശനിദോഷം അകറ്റുന്ന ദൈവമായിട്ട് കരുതപ്പെടുന്നു. അതിനാൽ ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം വഴിപാടായി നടത്തുന്നത് അതീവ വിശേഷമാണ്. തടസ്സങ്ങൾ മാറാൻ, ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാനും ഐശ്വര്യമുണ്ടാകാനും നീരാഞ്ജനം സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രധാന ചേരുവകൾ, അവയുടെ പ്രത്യേകതയാണ് പറയാൻ പോകുന്നത്. നീരാഞ്ജനത്തിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിനും പ്രത്യേകതകളുണ്ട്. തേങ്ങ, പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന തേങ്ങയ്ക്ക് വിഘ്നങ്ങൾ മാറുന്നതിനെ സൂചിപ്പിക്കുന്നു. എള്ളും നല്ലെണ്ണയും ശനി ഭഗവാന്റെ പ്രിയപ്പെട്ട വഴിപാടാണ്. എള്ള് കലർത്തിയ തിരി തെളിയിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ശർക്കര പ്രസാദമായിട്ട് കണക്കാക്കുന്നു. സാധാരണയായി ശനിയാഴ്ചകളിലാണ് നീരാഞ്ജനം നടത്തുന്നതെങ്കിലും ചില ക്ഷേത്രങ്ങളിൽ മറ്റു ദിവസങ്ങളിലും ഇത് നടത്താറുണ്ട്. ശരിക്ക് പറയുകയാണെങ്കിൽ നവഗ്രഹങ്ങളൊക്കെ ഉള്ളിടത്തൊക്കെ ശനീശ്വര പൂജയ്ക്ക് അത് ചെയ്യാറുണ്ട്. മണ്ഡലകാലത്ത് വൃശ്ചികം 1 മുതലൊക്കെ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം കഴിക്കുന്നത് ഏറ്റവും പുണ്യമായിട്ട് കരുതുന്നുണ്ട്. അതിനെ പറ്റിയിട്ടാണ് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പലർക്കും നീരാഞ്ജനത്തെ പറ്റിയിട്ട് അറിയാൻ വേണ്ടി ചോദിച്ചിരുന്നു. അത് പ്രകാരമാണ് പറഞ്ഞത്. അപ്പോൾ അയ്യപ്പസ്വാമിയുടെ ആ കാരുണ്യം എല്ലാവരിലേക്കും എത്തട്ടെ. അതുപോലെ തന്നെ നീരാഞ്ജനം വഴിപാട് എല്ലാവർക്കും കഴിക്കാനൊക്കെ ആവട്ടെ. ശനിദോഷങ്ങളിൽ നിന്നൊക്കെ അകലട്ടെ. കാകധ്വജായ വിദ്മഹേ ഖഡ്ഗഹസ്തായ ധീമഹി തന്നോ മന്ദ പ്രചോദയാത്. ഇത് ശനി ഗായത്രി മന്ത്രമാണ്. അതുപോലെ ശനി മന്ത്രം ഓം ഐം ഹ്രീം ശ്രീം ശനൈശ്വര്യായ നമഃ. അതേപോലെ തന്നെ ശനിയുടെ പീഡാഹാര സ്തോത്രമാണ്. നീലാഞ്ജന സമഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വര്യം. അപ്പോൾ ഇത് ചൊല്ലുക. ഇതെല്ലാം ചൊല്ലിയാൽ തന്നെ ഒരുവിധം ശനിയുടെ പീഡകളിൽ നിന്നും നമുക്ക് മോചനം കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയും അയ്യപ്പൻ്റെയൊക്കെ കടാക്ഷം ഉണ്ടാവട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.